Hello guys, welcome back to my YouTube channel. As it says, yes, it is a crepey day because we are making crepe. സോ ഇത് ഒക്ടോബറിൽ എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ അതിന് ക്രേപ്പി ഡേ എന്നൊക്കെ ഒരു ക്യാപ്ഷൻ ഇട്ടത്. സോ ഇതിന് ആവശ്യമായ വളരെ മിനിമൽ എമൗണ്ട് ഓഫ് കോണ്ടൻസ് മതി, ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അതെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ അത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് കറക്റ്റായിട്ട്. സോ ഫ്ലവർ, ഓൾ പർപ്പസ് ഫ്ലവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അതൊക്കെയുള്ള ലിക്വിഡ് കോണ്ടൻസ് ആണ് ഞാൻ കാണിച്ചത്. മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ അത് മുട്ട, വാനില എസൻസ്, ബട്ടർ, മിൽക്ക് ആൻഡ് വാട്ടറാണ് ഇതിൻ്റെ അത് ലിക്വിഡായിട്ട് വരുന്നത്. സോ 2 മുട്ടയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ടോപ്പിങ്സ് എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ്. ദെൻ ഞാനെടുത്ത ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബനാന ആൻഡ് സ്ട്രോബെറി ആണ്. സോ ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് സിറപ്പായിട്ട് വേണമെങ്കിൽ കടയിൽ ചോക്ലേറ്റ് സിറപ്പ് കിട്ടും, അങ്ങനെ വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വീട്ടിൽ നമ്മൾ ചോക്ലേറ്റ് കുക്കീസൊക്കെ ചിപ്പ് ഉണ്ടാവില്ലേ, അത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബിറ്റർനെസ് ഒത്തിരി വരാതിരിക്കാനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്പും കൂടെ ആഡ് ചെയ്ത് ന്യൂട്രലയും ബട്ടറും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് അതിന് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിലാണ് വരുന്നത്. പക്ഷേ ഞാൻ അത് ഒഴിക്കാൻ എളുപ്പത്തിന് കുറച്ച് മിൽക്കും കൂടെ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ഇത്തിരിയുടെ ഡ്രിപ്പബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ വൺ ഓഫ് ദി ടോപ്പിംഗ് സോസ്, the dark chocolate topping sauce, and another one is white chocolate. That is just basically white chocolate chips and butter. അതും ഇതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കും. എനിക്ക് തോന്നുന്നു ഡാർക്ക് ചോക്ലേറ്റിൽ ഞാൻ കുറച്ച് ന്യൂട്രൽ ആഡ് ചെയ്തുകൊണ്ട് അത് ഭയങ്കര തിക്കായിപ്പോയി. ഇപ്പോൾ എത്ര ലോസ് ചെയ്യാൻ മിൽക്ക് ഒഴിച്ചു, പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായപ്പോൾ ഇത്ര ലിക്വിഡി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ ഞാൻ എടുത്തേക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന ആൻഡ് സ്ട്രോബെറിയാണ് ഇതിന് ടോപ്പ് ചെയ്യാനായിട്ട്. സോ ബേസിക്കലി ദിസ് ഇസ് വാട്ട് ഐ യൂസ്ഡ്. എല്ലാം റെഡിയാണ്. ഇനി ലാസ്റ്റ് പോർഷൻ is to mix your flour with the liquid, and there you go, it's all ready to get to a crepe now. So ഇതിനകത്ത് എനിക്ക് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് വരും. പാൻ നല്ലതായി ചൂടായ ശേഷം തീ കുറച്ചൊരു മീഡിയം ആക്കുക. സിൻസ് വി ഹാവ് ആഡഡ് മെൽറ്റഡ് ബട്ടർ, ലുക്ക് ഹൗ ബട്ടറി ഇറ്റ് ഈസ്. സോ ഇത് ബേസിക്കലി ആ ക്രീപ്പ് അതുപോലെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കാരണം അതിൻ്റെ അത് മുട്ടയും ബട്ടറും എല്ലാം വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ എളുപ്പം ഭയങ്കര ഈസിയാണ്, ഒട്ടും ടൈം കൺസ്യൂമിങ്ങും അല്ലാത്തൊരു പരിപാടിയാണ് ക്രീപ്പ് ഉണ്ടാക്കുക. അതിൻ്റെ അത് ന്യൂട്രലിയോ അല്ലെങ്കിൽ ജാമോ പീനട്ട് ബട്ടർ വാട്ട് എവർ കൈൻഡ് ഓഫ് സ്റ്റഫിങ് ഓർ സ്പ്രെഡ്സ് യു ലൈക്ക് നമുക്ക് ചെയ്തിട്ട് ചെറിയ റോളൊക്കെ ആയിട്ട് ഈവൻ പിള്ളേർക്ക് സ്കൂളിലൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ബിക്കോസ് ഇറ്റ്സ് സോ ഈസി ടു മേക്ക്. ആൻഡ് നൗ വി ആർ ഡെക്കറേറ്റിംഗ് ഓർ ഗാർണിഷിംഗ് അവർ crepe. Maybe it doesn't look as perfect since we are not a professionals. അത്ര ഇതായിട്ട് നമുക്ക് തോന്നുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഒഴിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇറ്റ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ്. സോ കൂടുതലും എല്ലാവർക്കും കുറച്ചുകൂടെ ആ ന്യൂട്രലിഷ് ടേസ്റ്റ് കിട്ടാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ചധികം ഡാർക്ക് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ഒഴിച്ചിട്ട് കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചത്. സോ നമ്മൾ ഏത് ടോപ്പിംഗ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ബനാന ആൻഡ് സ്ട്രോബെറി ആർ ദ പെർഫെക്റ്റ് കോംബോ, ബിക്കോസ് ദ സ്ട്രോബെറിയുടെ ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ടല്ലോ, ആ പുളിപ്പൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും ചോക്ലേറ്റിൻ്റെയും അതുപോലെയുള്ള എല്ലാ ഫ്ലേവേഴ്സിനെയും ഒന്ന് ബാലൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒത്തിരിയായ മധുരമൊക്കെ ഒന്ന് കുറഞ്ഞ സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് ഈസ് ലൈക്ക് എ പെർഫെക്റ്റ് കോംബോ. സോ അത് ബേസിക്കലി നല്ലൊരു ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടും നമുക്ക്. സോ മൈ സിസ്റ്റർ ഈസ് നൗ ടേസ്റ്റിംഗ് മൈ ക്രേപ്പ് ആൻഡ് ഐ ബിലീവ് ഷീ സെഡ് ദ ട്രൂത്ത് ദാറ്റ് ഇറ്റ് മേ നോട്ട് ലുക്ക് ആസ് പെർഫെക്റ്റ് ആസ് what you get it in a cafe, but
I think it tasted really good as like in a cafe what you get. Yeah, ഞാൻ ടൈറ്റ് ആയിരുന്നെങ്കിലും ഞാനും കഴിച്ചു. I like it. It was good. Thank you.